ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഒരു അൺബോക്സിങ് വ്ളോഗായിട്ടാണ്. ഇപ്പോൾ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് ആണ്. നമുക്കിപ്പം നമ്മുടെ ചാനലിൽ തന്നെ ഗെയിമിങ് വീഡിയോസ് എന്തെങ്കിലും ചേട്ടാ എന്ന് പറഞ്ഞ് കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഗെയിമിംഗ് വ്ളോഗ്സ് തന്നെയാണ്. നമ്മൾ ഈ ചാനലിൽ ഇടയ്ക്ക് മിക്സഡ് ആയിട്ട് വരും. അപ്പം അതിന് എൻ്റെ കയ്യിൽ കണ്ടീഷനായിട്ടുള്ള ഒരു ഫോണില്ല. അപ്പം നമുക്ക് എൻ്റെ യൂട്യൂബ് വരുമാനം കൊണ്ട് കിട്ടിയ ഒരു ഫോൺ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ആ ഫോണാണ് റെഡ്മി A5. പിന്നെ ഇത് അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഗെയിമിംഗ് പർപ്പസ് മാത്രമായതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. റെഡ്മി A5 അതാണ് ഇതിൻ്റെ ഇതൊക്കെ വരുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആണ്. കറക്റ്റ് ഒരു പ്രോപ്പർ അൺബോക്സിങ്ങേ അല്ല, അതായത് നിങ്ങൾ കൂട്ടല്ലേ. പിന്നെ ഇതിനകത്തുള്ള ചാർജറും പിന്നും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും ഇതിൽ തന്നെ കാണും. പിന്നെ അൺബോക്സിങ്ങിലോട്ട് പോകാം. ഇതാണ് ഫോൺ. നമുക്ക് ഇതാകും പൊട്ടിക്കാം. ഫോൺ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. ഫോൺ നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ അടിയിൽ ചാർജറും കേബിളും വരും. 15 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് കിട്ടുന്നത്. പിന്നെ ഒരു പിന്നുണ്ട്. ഇത് ഒരു what is this? You can see what is this. ബുക്കും പേപ്പറും ഗൈസ്. നമുക്ക് വേണ്ടാത്ത സാധനം അതൊന്നും നമ്മൾ നോക്കാൻ പോകില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ അങ്ങ് മാറ്റി വയ്ക്കാം. നമ്മളെ താര സാധനത്തിന് വാങ്ങിക്കാം. എടുക്കാം. എടുക്കുക. ഇതാണ് ഗൈസ് നമ്മുടെ ഫോൺ. നമുക്ക് ഇത് ഓൺ ചെയ്യാം. ഗൈസ് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഗോൾഡൻ കളറാണ് വരുന്നത്. ലുക്ക് ഗൈസ്, ലുക്ക്. ഇത് സ്റ്റാർട്ടായി വരാൻ ഒരു കുറച്ച് നേരം എടുക്കും, ഐ തിങ്ക് സോ. ആക്ച്വലി ഞാൻ ഇത് ഓൺ ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, പേഴ്സണൽ പ്രോപ്പർട്ടീസ് പിൻ കാണിക്കാൻ പാടില്ല. ഇറ്റ് ഈസ് ഓൺ. ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. ഇത് ഞാൻ വേണ്ടതൊക്കെ ഞാൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്രോളിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതാണ് എൻ്റെ സെറ്റിങ്സ് ആയിട്ട് വരുന്നത്. ആപ്പ് അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഗൈസ്, അത്യാവശ്യം നല്ല ഇതുണ്ട്, ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. 59 എന്നിട്ടും നമുക്ക് ഏകദേശം ഇനിയും ഉണ്ട് 1 day 6 hours. നിങ്ങൾ നോക്കണം എത്ര ഇതാണെന്ന്. സോ വാട്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. നമ്മൾ ഉടനെ തന്നെ ഒരു കമ്പാരിസൺ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഇതൊക്കെ തന്നെയാണ്. ഇങ്ങോട്ട് ഈ ഇതൊക്കെ ഉണ്ട്. പിന്നെ അപ്പോഴ് ബ്രൈറ്റ്നെസ്, അത്യാവശ്യം ബ്രൈറ്റ്നെസ് ഉണ്ട്. കണ്ടോ ഗൈസ്, അത്യാവശ്യം ബ്രൈറ്റ്നെസ് ഉണ്ട്. നമ്മൾ മീഡിയം ലെവലിൽ ഇരിക്കാം. കൊള്ളാം, ഐ ലൈക്ക് ഇറ്റ്. ഇതാണ് ഇതിൻ്റെ ബാക്ക്.
ബാക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വന്ന റോയൽ ഡിസൈനായിട്ട് 32 മെഗാ പിക്സലാണ് കേട്ടോ ഗൈസ്. ബാക്കിൽ 2 ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലിൻ്റെയാണ്. പിന്നെ നമുക്ക് അതേപോലെ തന്നെ 17.57 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. 5200 mAh വരെ ഇതുണ്ട് കേട്ടോ ഗൈസ്. ബാറ്ററി ഇതുണ്ട്. 15 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്. പിന്നെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എന്തോന്ന്, സെൽഫി ക്യാമറ വന്നിട്ട് 8 മെഗാ പിക്സലാണ് വന്നേക്കുന്നത്. പവർഫുൾ ഒക്ടാ കോർ പ്രോസസ്സറാണ് ഇതിൽ വെച്ചേക്കുന്നത്. 8 GB റാം ഉണ്ട്. IP52 റേറ്റഡ് ആണ്. അതുകൊണ്ട് അത്യാവശ്യമൊക്കെ നമ്മൾ ഇതിൽ നിൽക്കും. സെക്യൂർഡ് സൈഡാണ്. ഫിംഗർ പ്രിൻറ്റ് സെൻസേഴ്സ് ഉണ്ട്. ഇതാണ്. പിന്നെ ഇതൊക്കെയാണ് റെഡ്മി A5. ആരും മറക്കണ്ട, റെഡ്മി ശേഷം. പിന്നെ ഇതൊക്കെ തന്നെയാണ് വരുന്നത്. ഒരു നല്ലൊരു ബഡ്ജറ്റ്, എൻ്റെ ഒരു ഇതിൽ നല്ലൊരു ബഡ്ജറ്റ് ഫോണാണ്. നമ്മൾ ഒരു 7,000 ഇത് 4 GB റാമും 8 GB റാമും പിന്നെ 8 GB റാമാണ്. 4 GB 120 GB ആണെന്ന് തോന്നുന്നു. ഏകദേശം 7499 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒരു നല്ലൊരു ബഡ്ജറ്റ് ഫോണാണ് എൻ്റെ ഇതിൽ. നമ്മൾ ഇതിൻ്റെ റിവ്യൂ നമ്മൾ പിന്നെ പറയുന്നതായിരിക്കും 2 ദിവസം ഉപയോഗിച്ചതിന് ശേഷം. പിന്നെ കമ്പാരിസൺ വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇനി ഈ ഫോൺ വാങ്ങിച്ചത് നമ്മൾ ഗെയിമിംഗ് പർപ്പസിനായിരിക്കും. അതും നമ്മൾ ഇതിൻ്റെ കൂടെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം ഏകദേശം എല്ലാ ഇതും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.